ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആൻസർ റെഡി എന്നൊരു പ്രോഗ്രാമുമായിട്ട് നമ്മൾ കുറേക്കാലം മുമ്പ് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ചെറിയൊരു ബ്രേക്ക് സംഭവിച്ചെങ്കിലും വീണ്ടും നമ്മൾ ഒന്നുകൂടെ അത് റീസ്റ്റാർട്ട് ചെയ്യാനും ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ തേടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ബിജുവദറാണ്, IHS മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ്. അപ്പോൾ നമ്മുടെ ധ്യാനങ്ങളൊക്കെ മറ്റുള്ള ശുശ്രൂഷകളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ സഭയുടെ പ്രബോധനങ്ങളിലും അങ്ങനെ കുറച്ചുകൂടെ ആധികാരികത ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ധൈര്യപ്പെടുവാണ്. ആൻസർ കിട്ടുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു സെക്യുലർ വേൾഡിൽ നിന്നുള്ളൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ തന്നെ ആദ്യം പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 2 വലിയ ലോകമഹായുദ്ധങ്ങൾ കടന്നുപോയി. പിന്നെ അനേകം കൂട്ടക്കൊലകൾ, ഇപ്പോൾ നമ്മുടെ ഓഷ്വിറ്റ്സ് പോലുള്ള അല്ലെങ്കിൽ ഈ ഹോളോകോസ്റ്റ് ജൂതന്മാരുടെ കൂട്ടക്കൊല ഏകദേശം 60 ലക്ഷം ആൾക്കാർ മരിച്ചുപോയി. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ഡേ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ നിരന്തരം എല്ലാ ദിവസവും പേപ്പറുകൾ നോക്കുമ്പോൾ 80-90 ഒക്കെ വെച്ച് ആൾക്കാർ ഇപ്പം 60,000 ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ പട്ടിണിയിലാണ്. പിന്നെ യുവജനങ്ങളുടെയൊക്കെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനേകർക്ക് ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക ഒരു സെക്യൂർ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പം എന്താ പറയുക മാനസിക രോഗങ്ങൾ കൂടുന്നു. അടിമത്തം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അടിമത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ ആൾക്കാർ ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ദൈവം എവിടെയെന്നുള്ളൊരു ചോദ്യം വരും. ഈ അടുത്ത കാലത്ത് ചില ആൾക്കാർ ഇങ്ങനൊരു ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഒരു ചോദ്യം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CCCയിലും UCATലാന്ന് തോന്നുന്നു, UCATൽ ഞാൻ വായിച്ചൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം ദുഃഖവെള്ളിയാഴ്ചയുടെ ശക്തിരാഹിത്യം ഉത്ഥാനത്തിൻ്റെ ഒരു മുൻ വ്യവസ്ഥയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് ഈ ദൈവത്തിൻ്റെ സർവശക്തി നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മനുഷ്യൻ്റെ സഹനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ദൈവം സർവശക്തനാണെന്ന് നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഡോക്ടർ അനീഷ് സൂചിപ്പിച്ചതുപോലെ ആൻസർ റെഡി എന്ന ഒരു ശുശ്രൂഷയിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. അത് വീണ്ടും നികത്താനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ശ്രമത്തിലുമാണ് ഞങ്ങൾ. അപ്പോൾ ഈ പുതിയ എപ്പിസോഡിൽ ഡോക്ടർ അനീഷ്, അദ്ദേഹം ഒരു മതബോധന അധ്യാപകനാണ്. ഇപ്പം വെറുതെ ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാളുപരി അസ്തിത്വാത്മകമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നിച്ച് ഇപ്രകാരമുള്ളൊരു ശുശ്രൂഷയിൽ പങ്കുചേരാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും ഇന്ന് കത്തോലിക്കാ സഭയിൽ മാത്രമല്ല, സഭയ്ക്ക് വെളിയിലുള്ള അല്ലെങ്കിൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അസ്തിത്വാത്മകമായി കിടക്കുന്ന ഒരു ചോദ്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈവൻ വിശ്വാസമുണ്ടെന്ന് പറയുന്നവരിൽ പോലും, ഒരു വിശ്വാസമുണ്ടെന്ന് പറയുന്ന വ്യക്തികൾ പോലും ചിലപ്പോഴൊക്കെ അവരുടെ തന്നെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ള ഇപ്പം കാണുന്ന ചില യുദ്ധങ്ങൾ അല്ലെങ്കിൽ ചില പ്രകൃതിക്ഷോഭങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ പോലും അറിയാതെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത്. പക്ഷേ ചോദ്യം പുതിയതല്ല, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ കാലം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ചോദ്യം തന്നെയാണിത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ചാണല്ലോ ഈ ചോദ്യം വന്നത്. അപ്പോൾ എനിക്ക് ഈ ചോദ്യം ചോദിച്ച സമയത്ത് ഒരു പെട്ടെന്നൊരു പ്രബോധനം ഓർമ്മ വന്നു. കൃത്യം കാറ്റഗറിസിലെയാണ് കോട്ട്, ഞാനത് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ദൈവത്തിൻ്റെ സർവ്വശക്തി സ്നേഹ സമന്വിതമാണ് എന്നാണ്. അപ്പം ദൈവം സർവ്വശക്തിയാണെന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് അനേകം കോടി ഗാലക്സികളുള്ള ഈ സൃഷ്ടപ്രപഞ്ചത്തെ ഉണ്ടാകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഒരംശത്തിൻ്റെ ഒരു അംശം പോലും അല്ല സൃഷ്ടപ്രപഞ്ചം. അനേകം കോടി ഗാലക്സികളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇപ്പം ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരെയല്ലോ. ഇത്രയുമുള്ള ഈ വലിയ, അത് തന്നെ നമുക്കറിയാം, അതിൽ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹമായ ഭൂമിയിൽ
ഉള്ള നമ്മൾ തന്നെ നമ്മൾ ആരാന്നുള്ളത് വിശദീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത് എത്താൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയുമുള്ള സൃഷ്ടികൾ ഇത്രയും വലിയ സൃഷ്ടികൾ പോലും ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഒരു അംശം മാത്രമേ പോകുന്നുള്ളൂ. അപ്പം പിന്നെ ഒരിക്കലും എനിക്കൊരു കർത്താവ് തന്നൊരു ഒരു ജ്ഞാനം എങ്ങനെയായിരുന്നു, ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് നമ്മൾ സർവ്വശക്തിയുടെ ഒരു വലിയ സംഭവമായിട്ട് കരുതുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ സർവ്വശക്തിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ഒരു സർവ്വശക്തനായ ദൈവത്തിന് സ്വർഗത്തിലോട്ട് പോകാമെന്നൊക്കെ പറയാൻ ഒന്നുമല്ല. പക്ഷേ പാപികളായ ഒരു മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് സർവ്വശക്തിയാണ്. അപ്പോൾ ദൈവം കടലിൻ്റെ മീതെ നടന്നു, അല്ല അപ്പം മദ്യപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നതിന് തന്നെയും ദൈവത്തെ സംബന്ധിച്ചൊന്നുമല്ല. അതേ സംബന്ധിച്ച് ആ ദൈവം കരഞ്ഞു. അത് ഭയങ്കര സർവ്വശക്തിയുടെ തെളിവായിട്ട് ബൈബിളിൽ തന്നെ മുഴുവൻ കിടക്കുന്നതാണല്ലോ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻ. അപ്പം ബൈബിളിലെ മുഴുവൻ പോക്ക് ഈ മനുഷ്യൻ്റെ സ്വാഭാവികമായ ആ ചിന്താതികളെ തകിടം മറിച്ചുകൊണ്ടാണ്. ഈശോ സുവിശേഷ പ്രകാശനം ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാം, മാനസാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കുകയും. അപ്പോൾ ഈശോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു മാനസാന്തരം സംഭവിക്കണം. അല്ലാത്തവർക്ക് ഇപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഈ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ഈ അടിസ്ഥാനം തന്നെ അവർക്ക് ബോധ്യത്തിലേക്ക് വരാനായിട്ടുണ്ട്. അതായത് ക്രിസ്തീയ വിശ്വാസം അല്ലെ ക്രിസ്തു വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മുൻ വ്യവസ്ഥ തന്നെ മാനസാന്തരമാണ്. കാരണം മാനസാന്തരപ്പെട്ട മനസ്സിന് മാത്രമേ ക്രിസ്തുവിനെക്കുറിച്ചും അവിടുന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ആ ഒരു വെളിപ്പെടുത്തലിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ എളുപ്പമാണ്. അത് അങ്ങനെ ഒരു മാനസാന്തരം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സർവ്വശക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അനിസാറ് സംസാരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ മനസ്സിലാക്കി എന്താ വന്നത്, ദൈവം സർവ്വശക്തനായിട്ടും ദൈവം എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതേസമയത്ത് എൻ്റെ ചിന്ത വന്നത്, ഈ ഭൂമി ഇരുന്നുകൊണ്ട് ഓരോ മനുഷ്യൻ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ. അപ്പം ഓരോ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ സർവ്വശക്തനായ ദൈവത്തിനെതിരെ ഏതെല്ലാം രീതിയിലുള്ള ദ്രോഹങ്ങളും പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും സർവ്വശക്തിയുടെ തെളിവ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പണിയെല്ലാം ചെയ്തിട്ടും. എന്ന് മാത്രമല്ല സർവ്വശക്തിയുടെ ദൈവം ഇതുപോലെ തന്നെ നമ്മളിതുപോലെ പലവിധ രീതിയിൽ ദൈവത്തെ ദ്രോഹിച്ചിട്ടും നമ്മൾക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. അതോട് ചേർന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഏറ്റവും വലിയൊരു തെളിവ്, ദൈവത്തോട് നമ്മളൊരു പാപം പറഞ്ഞു കഴിഞ്ഞാൽ, അനുദപിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തിരിക്കാൻ ദൈവത്തിന് കഴിവില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സൂപ്പർമാൻ ആ രീതിയിൽ ഇങ്ങനെ സർവ്വശക്തിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ മറ്റൊരു തെളിവാണ്, ആദിഭാവം സംഭവിച്ചിട്ട് നൂറ്റാണ്ട് കാലഘട്ടം നമുക്ക് അറിഞ്ഞുകൂടാ, എന്നിട്ടും ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം വെയിറ്റ് ചെയ്ത് നമ്മളെ തന്നെ നമുക്കറിയാം, നമുക്ക് വേണ്ടി ദൈവം വെയിറ്റ് ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് ദൈവം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നന്മയ്ക്കായിട്ട് മാറ്റാൻ വേണ്ടി ദൈവത്തിന് പറ്റും. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി, കൂടി വന്നാൽ എനിക്കല്ല എൻ്റെ കുടുംബത്തിന് മാത്രം ഉള്ള ഒരു ക്യാൻവാസിൽ നമ്മൾ ഈ പ്രശ്നത്തെ കാണുന്നുള്ളൂ. ദൈവം ഇതിനെ കാണുന്നത് സാർവലൗകികമായിട്ടാണ്. നമ്മൾ ലോകത്തിന് മുഴുവൻ ഭാഗമായിരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു നന്മയോ തിന്മയോ ഈ ലോകം മുഴുവൻ എങ്ങനെ ഗുണകരമാകും അല്ലെ ദോഷകരമാകും എന്നുള്ളൊരു ജ്ഞാനം ദൈവത്തിനുണ്ട്. തീരുന്നില്ല, ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ എങ്ങനെ ഇത് ബാധകമാകുമെന്ന ദൈവത്തിനുണ്ട്. അങ്ങനെ വിശാലമായൊരു ക്യാൻവാസിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ പറയുന്നു ചിന്തിക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസവും അടുത്ത നൂറ്റാണ്ട് ചിലപ്പോൾ നന്മയ്ക്കായിട്ട് മാറുന്നുള്ള അതിൻ്റെ അതാണ് ദൈവത്തിൻ്റെ സർവ്വശക്തി. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ ഇതിനെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഈ ആദ്യ പാപം എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. തിന്മയായിട്ടുള്ള കാര്യങ്ങളിൽ നന്മ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നുള്ള ദൈവം തിന്മ അനുവദിക്കുന്നത് പോലുമേ. എല്ലാ കാര്യങ്ങൾക്കും കാറ്റഗറിസം പഠിപ്പിക്കുന്ന ഒരു പ്രബോധനം ഏത് വിഷയങ്ങൾക്കും ബാധകമാണ്. എവിടെയൊക്കെ തിന്മ ദൈവം അനുവദിക്കുന്നുണ്ടോ അതിൻ്റെ കാരണം
ആ തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കുക എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന തിന്മകളുടെ പുറകിൽ മനുഷ്യൻ്റെ പാപമാണ് അടിസ്ഥാനമായിട്ട് കിടക്കുന്നത്. ദൈവത്തെ നമ്മളത് അധികം വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ട്രാഫിക്കിൽ പോലീസുകാർ നിൽക്കുക, നമ്മളോട് ഇങ്ങനെ പിന്നെ കൈ കാണിച്ചു. നമ്മൾ ട്രാഫിക്ക് ലംഘിച്ചുകൊണ്ട് നമ്മൾ പോയി വണ്ടി ഇടിച്ചു പോയി, നമ്മുടെ വണ്ടി തകർന്നു, ഇതേക്കാളും ആൾക്കാരുടെ വണ്ടി ഇടിച്ച് തകർത്തു. എന്നിട്ട് നമ്മൾ ട്രാഫിക് പോലീസുകാരൻ ചീത്ത പറഞ്ഞ അർത്ഥമില്ല. അദ്ദേഹം നമ്മളെ സഹായിക്കുക ചെയ്തേ. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം നമുക്ക് ചില ട്രാഫിക്കുകൾ അവിടുത്തെ കൽപ്പനകളായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ലംഘിക്കുന്നതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് നാശമുണ്ടെന്ന്, കുടുംബത്തിന് നാശമുണ്ടാകുന്നു, ചുറ്റുപാട് നാശമുണ്ടാകുന്നു. ഇപ്പം കുടുംബത്തിലും സമൂഹത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും പുറകിൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മനുഷ്യൻ്റെ പാപങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ലൊരു പോയിൻ്റായിട്ട് വന്നു. ഇപ്പോൾ പലരും ഇങ്ങനെ ഈ നേരത്തെ ഞാനിപ്പം പലരും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ അവിടെയൊക്കെ ഈ മിസ് ചെയ്യുന്നൊരു പോയിന്റ് ഇപ്പം ബിജു പറഞ്ഞൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിൻ്റെ മുകളിലങ്ങ് ആരോപിക്കണം. നമ്മൾ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത പോലെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രീ വില്ലും അല്ലേ, മനുഷ്യൻ തന്നിരിക്കുന്ന ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും ആ ഒരു അല്ലേ ഒരു ഫ്രീ വില്ലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടുകൊണ്ട് തുടങ്ങിയല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ തനിച്ച് തോന്നിയാസം കാണിച്ചിട്ട് അവൾ ചെയ്തു, ഇവൻ ചെയ്തു. അത് മനുഷ്യന് പാപം ചെയ്ത് പാപത്തിലായിരിക്കുന്ന മാനസാന്തരപ്പെടാത്ത മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണ് എന്ത് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരിൽ എൻ്റെ കുറ്റം ആരോപിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തിൽ ആരോപിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് മനുഷ്യനിലെ പാപം ദൈവത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്ന് പാപങ്ങൾ കുറയുന്നതനുസരിച്ച് ഇവൻ്റെ ചോദ്യങ്ങൾ തന്നെ അവസാനിച്ചുകൊള്ളും, ചോദ്യങ്ങൾ തന്നെ സ്റ്റോപ്പ് ആയിക്കൊള്ളും. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ചോദിക്കുന്ന വ്യക്തിയായിരുന്നു. ഇന്നിപ്പോൾ ഇതുപോലെ ഉത്തരം കൊടുക്കാൻ കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ വന്നത് പോലും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തെ ഇങ്ങനെ കണ്ടുമുട്ടാനിടയായി. പിന്നെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ ഒരു നയിച്ചതുമായി ബന്ധപ്പെട്ടുകൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായൊരു കാര്യം ബിജു പറഞ്ഞതിൽ രണ്ടാമത്തെ പോയിൻ്റാണ് എനിക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി ആയിരിക്കും. അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൂട്ടക്കലകളൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യരുടെ ഒരു സ്വാർത്ഥതയും അല്ലെങ്കിൽ എന്താ പറയുന്നത് നന്മ ചെയ്യാനായിട്ടുള്ളൊരു ഉൾവിളിയുള്ള മനുഷ്യൻ അത് നിരാകരിച്ചുകൊണ്ട് അല്ലേ, അറിയാമല്ലോ അല്ലേ, നിരാകരിച്ചുകൊണ്ട് അവർ ചെയ്തതിനൊരു പരിണത ഫലമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം അതിൽ എല്ലാം ദൈവത്തിൽ അതിൻ്റെ കുറ്റം ആരോപിക്കേണ്ട ആവശ്യം അല്ലേ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യരുടെ വ്യക്തിപരമായിട്ട് ഉത്തരവാദിത്വത്തിൽ നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ദൈവം സർവശക്തനായിരിക്കുന്നത് കൊണ്ട് ഈ തിന്മയ്ക്ക് കാരണമാകുന്ന വ്യക്തികളെ പോലും ദൈവം ഇങ്ങനെ അവരെയോട് കയ്യിലും കരുണ കാണിച്ചുകൊണ്ട് അവരുടെ ഭാവി നന്മയിലേക്ക് വരുമെന്ന ഇതെല്ലാം നമ്മൾ ദൈവത്തിന് ശക്തി ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ശക്തിയുടെ വലിയ തെളിവാണ്. ദൈവത്തിന് ശക്തി ഇല്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ്. അറിയപ്പെടുന്ന ഒരു മതത്തിൽ ഏറ്റവും വലിയ ഒരു വിശ്വാസം ദൈവത്തിന് മനുഷ്യനായിട്ട് അവതരിക്കാൻ പറ്റുകയെന്ന് പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് എങ്ങനെ മനുഷ്യനായിട്ട് അവതരിക്കാൻ വേണ്ടി പറ്റും? പക്ഷേ ദൈവത്തിൻ്റെ സർവശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ് സ്നേഹത്തെ പ്രതി താൻ സ്നേഹിക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യനായിട്ട് അവതരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശക്തിയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തെ ശരിക്കും അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും അതൊക്കെ ദൈവത്തിൻ്റെ സർവശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന് കൂടി. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ദൈവത്തിന് ഇപ്പം എല്ലാം സൃഷ്ടിച്ച് ദൈവത്തിന് എല്ലാം നശിപ്പിക്കാനും അധികം സമയമൊന്നും വേണ്ട. നമ്മളോട് കാണിക്കുന്ന ഒരു ദീർഘക്ഷമ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു ബിജു പറഞ്ഞത്. നമ്മളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോഴും നമ്മളെ ശിക്ഷിക്കാതെ നമ്മളോട് കാണിക്കുന്ന ഒരു ദീർഘക്ഷമ നമുക്ക് സാധാരണ മനുഷ്യനുള്ള രീതിയിൽ സാധിക്കില്ലല്ലോ. അല്ല നമ്മളാണെങ്കിൽ നമ്മൾ ഭയങ്കര ശക്തിമാന്മാരായ നമ്മൾ പണ്ടെല്ലാം തീർത്ത് കളയുമല്ലാരും. അപ്പം അതൊരു ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഒരു തെളിവായിട്ട് പറഞ്ഞതുപോലെ ദൈവം കരഞ്ഞു എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ സർവ്വശക്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന ലോകത്തിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ചല്ല ദൈവം അവിടുത്തെ സർവ്വശക്തി പ്രകടിപ്പിക്കുന്ന ഉള്ളതാണ് അങ്ങനെയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇത് വിശ്വാസപരമായിട്ടുള്ളോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പരും അവിടെ കൊടുക്കുന്നതുമാണ്. ഓക്കെ, താങ്ക് യു.